വിലാപങ്ങൾ 1-ാം അധ്യായം 7 മുതൽ 9 വരെയുള്ള തിരുവചനങ്ങൾ. പീഡനത്തിന്റെയും കഷ്ടതയുടെയും കാലത്ത് ജെറുസലേം പണ്ടുമുതലേ തന്റേതായിരുന്ന അമൂല്യ വസ്തുക്കളെ അനുസ്മരിക്കുന്നു. അവളുടെ ജനം ശത്രുകരങ്ങളിൽ പതിച്ചു. അവളെ സഹായിക്കാൻ ആരുമുണ്ടായിരുന്നില്ല. അപ്പോൾ ശത്രു അവളുടെ പതനം കണ്ട് പരിഹസിച്ചു രസിച്ചു. ജെറുസലേം കഠിനമായി പാപം ചെയ്തു. അങ്ങനെ അവൾ മലിനയായി. അവളെ ആദരിച്ചിരുന്നവർ അവളുടെ നഗ്നത കണ്ട് അവളെ നിന്ദിക്കുന്നു. അവൾ വിലപിച്ചുകൊണ്ട് മുഖം തിരിക്കുന്നു. അവളുടെ അശുദ്ധി അവളുടെ വസ്ത്രത്തിലുണ്ടായിരുന്നു. തന്റെ വിനാശത്തെപ്പറ്റി അവൾ ചിന്തിച്ചില്ല. അതുകൊണ്ട് അവളുടെ വീഴ്ച ഭീകരമാണ്. അവളെ ആശ്വസിപ്പിക്കാൻ ആരുമില്ല. കർത്താവേ, എന്റെ പീഡനം അവിടുന്ന് കാണണമേ. എന്റെ ശത്രു വിജയിച്ചിരിക്കുന്നു. ഓർമ്മിക്കുക, ശരീരത്തിനും ആത്മാവിനുമിടയിലുള്ള മധ്യവർത്തിയാണ് മനസ്സ്. ഓരോ മനുഷ്യന്റെയും മനസ്സ് ശരീരവും ലോകവുമായി ബന്ധപ്പെട്ടിരിക്കുന്നത് പോലെ തന്നെ ജീവാത്മാവുമായും പരമാത്മാവുമായും ബന്ധപ്പെട്ടിരിക്കുന്നു. ഈ ബന്ധത്തിലുളവാകുന്ന ഏറ്റക്കുറിച്ചിലുകൾ മൂലമാണ് പുണ്യവും പാപവും ഉത്ഭവിക്കുക. മനസ്സ് ജീവാത്മാവും പരമാത്മാവുമായും ഏറെ അടുക്കുമ്പോൾ പുണ്യം ജനിക്കുന്നു. ഇതേ മനസ്സ് ശരീരവും ലോകവുമായി ഏറെ അടുക്കുമ്പോൾ പാപം ഉടലെടുക്കുന്നു. ആത്മാവിന്റെ തനതായ സ്വഭാവം നിത്യാനന്ദമാണ്. ശരീരത്തിന്റെയും മനസ്സിന്റെയും അകത്തളങ്ങളിൽ ബന്ധനസ്ഥനായിരിക്കുന്ന ആത്മാവ് തന്റെ തനതായ സ്വഭാവത്തിനു വേണ്ടി ഉള്ളിലിരുന്ന് കേഴുകയാണ്. നിത്യാനന്ദത്തിനായി അഭിലഷിക്കുന്ന ആത്മാവിന്റെ ആഗ്രഹ സഫലീകരണത്തിനായി മനസ്സ് ശരീരത്തിലൂടെ ലോകത്തിൽ സന്തോഷങ്ങൾ തേടുന്നു. മനസ്സിന്റെ ഈ ലൗകികമായ പരതൽ അറിയപ്പെടുക ജഡികാഭിലാഷം എന്ന പേരിലാണ്. ആത്മാവ് നിത്യാനന്ദത്തിനായി കൊതിക്കുമ്പോൾ മനസ്സ് താൽക്കാലികമായ സന്തോഷം ശരീരത്തിലൂടെ ലോകത്തിൽ നിന്നും സ്വീകരിച്ച് ജീവാത്മാവിന് പകരുന്നു. പക്ഷേ ഈ താൽക്കാലിക സന്തോഷം കൊണ്ട് ജീവാത്മാവ് തൃപ്തിപ്പെടുന്നില്ല. കാരണം ഈ ലോകം നശ്വരമാണ്. നശ്വരമായ ലോകത്തിന് നശ്വരമായ സന്തോഷങ്ങളെ പ്രദാനം ചെയ്യാനാവൂ. എന്നാൽ ജീവാത്മാവിന് വേണ്ടത് അനശ്വരമായ ആനന്ദമാണ്. നിത്യാനന്ദത്തിൽ എത്തിച്ചേരുവോളം ജീവാത്മാവ് അസ്വസ്ഥമായിരിക്കും. ആയതിനാൽ നിത്യാനന്ദത്തിൽ എത്തിച്ചേരുവാൻ വേണ്ട കൃപ എല്ലാവർക്കും ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം.